ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇഞ്ചി തൈരാണ്. ഇഞ്ചി വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കറിയും കൂടിയാണിത്. സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അസിഡിറ്റി, ഗ്യാസിൻ്റെ പ്രോബ്ലംസ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയും ഈ കറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക് ചോറുണ്ണാനായിട്ട്. അത്രയും ടേസ്റ്റാണിതിന്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യമേ തന്നെ 2 കപ്പ് കട്ടത്തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിത്തൈര് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പുളി കൂടിയ തൈരും പുളി കുറഞ്ഞ തൈരും എടുക്കരുത്. പാകത്തിനുള്ള പുളി മാത്രമേ പാടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് വേണ്ട ബാക്കി ചേരുവകൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞു കഴിയുമ്പോൾ 1/2 കപ്പ് ഇഞ്ചി നമ്മൾക്ക് വേണം. പിന്നെ ചെറിയ ഉള്ളി 5 or 6 എണ്ണം എടുക്കുക. അത് അരിഞ്ഞു കഴിയുമ്പോൾ 1/4 കപ്പ് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില, 3 or 4 പച്ചമുളക്. പച്ചമുളക് അരിഞ്ഞു കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി നല്ലപോലെ പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നത്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 4 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്തെല്ലാം തീ മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഒരുപാട് കൂട്ടി വെക്കരുത്. ഉണക്കമുളക് കുറച്ചൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇടുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. ഇനി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ മാത്രം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മളുടെ പ്രധാന ചേരുവയായ ഇഞ്ചി അരിഞ്ഞതാണ്. നല്ലപോലെ പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. 1/2 കപ്പ് ഇഞ്ചി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിൽ അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇഞ്ചി തൈരിന് കൂടുതൽ ടേസ്റ്റ്. ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തൈരിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ചൂടുണ്ടായിരിക്കും. ഞാനിതിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് ഇഞ്ചി തൈര് കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കുക. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കളറാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുമ്പോഴും ഒരുപാട് ചൂടോടെ ഒഴിക്കരുത്. ചട്ടിയുടെ ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം വേണം തൈര് ഒഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് ഇഞ്ചി തൈര്. ഇപ്പോൾ അതിവിടെ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച തൈരാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് തീരെ വെള്ളമൊന്നും ഒഴിക്കരുത്. കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇഞ്ചി തൈര് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് തീരെ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ചീത്തയാവാത്തൊരു കറിയും കൂടിയാണിത്. ഇഞ്ചി തൈര് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഈ കറിയുടെ രുചി കൂടുക. ഇപ്പോൾ ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കറിയും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഇഞ്ചി തൈര് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്